നമസ്കാരം. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് മേൽ കൂടുതൽ ശക്തമായ നീക്കങ്ങളിലേക്ക് രാജ്യം കടക്കുകയാണ്. ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ആർമി ചീഫ് ജനറൽ മനോജ് പാണ്ഡെ ചില നിർണായക വിവരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ സൈനികർക്കും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിനും കെൽപ്പുണ്ട്. അവർ തദ്ദേശീയ നിർമ്മിതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ കഴിഞ്ഞ ദിവസം ചില നിർണായകമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ആഴത്തിലുള്ള വിവരങ്ങൾ പങ്കുവച്ചു. നിർണായക സാങ്കേതിക വിദ്യകൾക്കായി രാജ്യം ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് രാജ്യത്തെ എല്ലായ്പ്പോഴും സാങ്കേതിക വിദ്യയുടെ ചക്രത്തിന് പിന്നിലാക്കുമെന്നുള്ളത് ആത്യന്തികമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്ത്യയുടെ ഉയർച്ചയിൽ സാങ്കേതിക മികവിന്റെ പ്രാധാന്യം, സ്വാശ്രയത്വത്തിലൂടെ ഇന്ത്യൻ സൈന്യം എങ്ങനെ കഴിവുകൾ രൂപപ്പെടുത്തുന്നു, ഇവയെപ്പറ്റിയെല്ലാം ജനറൽ മനോജ് പാണ്ഡെ ആഴത്തിലുള്ള വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷൻ ദേശീയ നേതൃത്വ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു ജനറൽ പാണ്ഡെ. നിലവിലെ ജിയോ സ്ട്രാറ്റജിക് ലാൻഡ്സ്കേപ്പ് അഭൂതപൂർവമായ അളവിലും വേഗതയിലും സംഭവിക്കുന്ന മാറ്റത്തിന്റെ സവിശേഷതയാണെന്നാണ് കരസേനാ മേധാവി പറഞ്ഞത്. ഇന്ന് രാജ്യങ്ങൾ തങ്ങളുടെ ദേശീയ താൽപര്യത്തിന് യുദ്ധത്തിന് പോകാൻ മടിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. കാരണം ഓരോ രാജ്യങ്ങളും വലിയ പുരോഗതിയാണ് സാങ്കേതിക വിദ്യയിൽ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളെ ആക്രമിക്കാൻ വരുന്നവരെ കൃത്യമായ മറുപടി കൊടുത്തുവിടാൻ രാജ്യങ്ങൾക്ക് ഇന്ന് കെൽപ്പുണ്ട്. യുദ്ധം തടയുന്നതിന് വിശ്വസനീയമായ ഒരു പ്രതിരോധം അവതരിപ്പിക്കുന്നതിന് സൈനിക ശക്തിയും കഴിവുകളും അത്യാവശ്യമാണ്. സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾക്കായിട്ട് ഇന്ത്യൻ സൈന്യം നിരവധി നടപടികൾ ഇതിനോടകം തന്നെ കൈക്കൊണ്ടിട്ടുണ്ട് എന്നും എന്നാൽ ഇനിയും അതിൽ പുരോഗതികൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ പരിവർത്തന ശ്രമങ്ങളുടെ ഫലം രാജ്യത്തിന് തന്നെ മികവുറ്റ രീതിയിൽ ലഭിക്കുമെന്നുള്ളതും മനസ്സിലാക്കണം. ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാട് ബൃഹത്തായിരിക്കണം. ആധുനികവും ചടുലവും അഡാപ്റ്റീവ് സവിശേഷതകളുമുള്ള സാങ്കേതിക വിദ്യ പ്രാപ്തമാക്കിയെടുക്കേണ്ടതുണ്ട്. സ്വയം ആശ്രയിക്കാവുന്നതുമായ ഭാവി സജ്ജമാക്കുക, ശക്തിയായി മാറുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇന്ത്യയുടെ ആവശ്യങ്ങൾ ഇന്ത്യയിൽ തന്നെ നടന്നു പോകുന്ന ഒരു സാഹചര്യം ഏറ്റവും എളുപ്പത്തിൽ തന്നെ നേടിയെടുക്കുവാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഒരു മൾട്ടി ഡൊമൈൻ പ്രവർത്തന അന്തരീക്ഷത്തിൽ യുദ്ധങ്ങളെ തടയാനും വിജയിക്കാനും സാധിക്കണമെന്നതാണ് മനസ്സിലാക്കേണ്ടത്. പരിവർത്തനത്തിന് 5 തൂണുകളുണ്ടത്രേ. ഫോഴ്സ് റീസ്ട്രക്ചറിങ്ങും ഒപ്റ്റിമൈസേഷനും അതുപോലെ തന്നെ നവീകരണവും സാങ്കേതിക വിദ്യയും നമ്മുടെ സംവിധാനങ്ങളും പ്രക്രിയകളും പ്രവർത്തനങ്ങളും ഒക്കെ മെച്ചപ്പെടുത്തുക, മാനവ വിഭവശേഷി, മറ്റ് സായുധ സേനകളുമായുള്ള സംയുക്തതയും സംയോജനവും പ്രോത്സാഹിപ്പിക്കുക, ഇതെല്ലാം അതിന്റെ ഭാഗവാക്കാണ്. നമുക്കറിയാം, ഇന്ത്യ തദ്ദേശീയ നിർമ്മിതികളിൽ ഇന്ന് വലിയ ഉയർച്ചയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ തദ്ദേശീയ ഉൽപാദന മേഖല കുതിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉൽപാദനശേഷി ഓരോ ദിവസവും വർദ്ധിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ആഗോള കയറ്റുമതിക്കാരിലെ പ്രബല സ്ഥാനത്തോട് കൊണ്ടിരിക്കുകയാണ് നമ്മൾ. സാങ്കേതിക വിദ്യ ഓരോ ദിവസവും പുരോഗമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മെച്ചപ്പെട്ട പരിഷ്കാരങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, HALന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ സാമ്പത്തിക വർഷം റെക്കോർഡ് വരുമാനമാണ് HAL സ്വന്തമാക്കിയിട്ടുള്ളത്. ഉൽപാദന രംഗത്ത് ഏറ്റവും മുന്നിൽ തന്നെയാണ് HAL ഉള്ളത് എന്നതിന്റെ തെളിവാണിത്. 2023-24 സാമ്പത്തിക വർഷം 29,810 കോടി രൂപയാണ് പ്രതിരോധ ഉൽപാദന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ പൊതുമേഖലാ സ്ഥാപനം നേടിയെടുത്തത്. 2022-23 സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് 11% വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ മൊത്തം വരുമാനം 26,928 കോടി രൂപയായിരുന്നു. അപ്പോൾ ധാരാളം ഓർഡറുകളും HAL കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഏറ്റവും പ്രാധാന്യത്തോടെ വേണം നോക്കിക്കാണാൻ. ഓരോ ദിവസവും നമ്മൾ വിവിധ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയുടെ പുരോഗതിയെ കൂടുതൽ വിപുലപ്പെടുത്താനേ ഉപകരിക്കൂ എന്നതും എടുത്തു പറയണം. ഈ അടുത്ത് തന്നെ ഭീകരവിരുദ്ധ ഓപ്പറേഷനിൽ വിന്യസിച്ചിരിക്കുന്ന IAF ഹെലികോപ്റ്റർ ക്രൂവിൽ വമ്പൻ പരിഷ്കാരങ്ങൾ വരാൻ പോകുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഭാരം കുറഞ്ഞ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ സേനയ്ക്ക് കൂടുതൽ കരുത്തു നൽകും എന്നതിന്മേലാണത്. AI സാങ്കേതിക വിദ്യകൾ പോലും പ്രതിരോധത്തിൽ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വമ്പൻ മാറ്റങ്ങൾ അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ, രാജ്യസുരക്ഷയിൽ വലിയ മികവ് കൊണ്ടുവരാനും സാധിക്കും എന്നതും എടുത്തു പറയണം. അപ്പോൾ മാറുന്ന കാലത്തിനനുസരിച്ചിട്ട് ലോകം മുന്നേറുമ്പോൾ സാങ്കേതിക തികവിലും മികവിലും ഇന്ത്യയും ഇനിയും കൂടുതൽ ദൂരം എത്തേണ്ടതുണ്ട്. കൂടുതൽ സജ്ജീകരണങ്ങൾ ഇന്ത്യ ഒരുക്കേണ്ടതുമുണ്ട്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.